പുറമെ നിന്ന് നോക്കുമ്പോൾ പൈലറ്റിന്റെ ജോലി മനോഹരവും മോടിയുള്ളതുമാണെങ്കിലും ലോകത്ത് തന്നെ ഏറ്റവും ബുദ്ധിമുട്ടേറിയ ജോലികളിൽ ഒന്നാണ് അത്. കൊമേഴ്സ്യൽ വിമാനം പറത്തുന്നത് പിള്ളാരികളിയല്ല, അത് വലിയ ഒരു ഉത്തരവാദിത്വമാണ്. ഒരു പൈലറ്റ് കൂടുതൽ സമയം വിമാനം ഓടിക്കുന്നതിനെ കണക്കാക്കിയാണ് സീനിയോറിറ്റി വർദ്ധിക്കുന്നതെന്ന് നമുക്കറിയാവുന്ന കാര്യമാണ്. പക്ഷേ ഒരു പൈലറ്റ് ഏത് പ്രായത്തിലാണ് വിരമിക്കുന്നതെന്ന് നമ്മിൽ പലർക്കും അറിയില്ല. പൈലറ്റുമാർ തന്നെ 4 മേഖലകളിൽ പ്രവർത്തിക്കുന്നവരാണ്. 1 യാത്രാ വിമാന പൈലറ്റ്, 2 കൊമേഴ്സ്യൽ വിമാന പൈലറ്റ്, 3 യുദ്ധവിമാന പൈലറ്റ്, 4 ചാർട്ടർ വിമാന പൈലറ്റ്. ഇതുകൂടാതെ ഹെലികോപ്റ്റർ പൈലറ്റ് ഉൾപ്പെടെയുള്ള മറ്റ് മേഖലകളുമുണ്ട്. റോഡിൽ സഞ്ചരിക്കുന്ന വാഹനങ്ങൾ ഓടിക്കുവാൻ എടുക്കുന്ന ലൈസൻസിൽ നിന്ന് വ്യത്യസ്തമാണ് പൈലറ്റ് ലൈസൻസ് എടുക്കുന്ന രീതിയും. ഇന്ത്യയിൽ നിരവധി പൈലറ്റ് ട്രെയിനിങ് സ്കൂളുകളുണ്ട്. ഇന്ദിരാഗാന്ധി രാഷ്ട്രീയ ഉഡാൻ അക്കാദമി, രാജീവ് ഗാന്ധി അക്കാദമി ഓഫ് ഏവിയേഷൻ ടെക്നോളജി, ബോംബെ ഫ്ലൈയിങ് ക്ലബ്ബ്, നാഷണൽ ഫ്ലൈയിങ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട്, മധ്യപ്രദേശ് ഫ്ലൈയിങ് ക്ലബ്ബ്, അതുപോലെ തന്നെ തിരുവനന്തപുരത്തും ഫ്ലൈയിങ് അക്കാദമിയുണ്ട്. ഇവയൊക്കെയാണ് രാജ്യത്തെ അറിയപ്പെടുന്ന പൈലറ്റ് സ്കൂളുകൾ. +2 മാത്തമാറ്റിക്സ്, ഫിസിക്സ് പഠിച്ചവർക്ക് നേരിട്ട് പൈലറ്റ് ആകാനുള്ള അടിസ്ഥാന യോഗ്യതയുണ്ട്. സയൻസ് അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് സ്ട്രീമിൽ ഡിഗ്രി എടുത്തവർക്കും മുൻഗണനയുണ്ട്. ആദ്യം തന്നെ ക്ലാസ് 2 മെഡിക്കൽ സർട്ടിഫിക്കറ്റ് എടുക്കണം. ഈ സർട്ടിഫിക്കറ്റ് ഇടണമെങ്കിൽ കുറഞ്ഞത് 5 അടി ഉയരം ഉണ്ടായിരിക്കണം. ഉയരത്തിന് അനുപാതമായ വെയിറ്റ് ആയിരിക്കണം. നല്ല കാഴ്ചശക്തിയും കളറുകൾ തിരിച്ചറിയാനും കഴിവുണ്ടായിരിക്കണം. ഇരു ചെവികൾക്കും കേൾവിശക്തി ഉണ്ടാകണം. നിശബ്ദമായ സാഹചര്യത്തിൽ 2 മീറ്റർ അകലെ പതിയെ മന്ത്രിക്കുന്നത് തിരിച്ചറിയുവാൻ കഴിയണം. അന്തരീക്ഷത്തിലെ മർദ്ദ വ്യത്യാസത്തിൽ ബുദ്ധിമുട്ട് കൂടാതെ നിലനിൽക്കുന്ന ശരീരഘടന ഉണ്ടാകണം. ഈ സർട്ടിഫിക്കറ്റ് കിട്ടുന്നവർക്ക് ഏതെങ്കിലും ഏവിയേഷൻ അക്കാദമിയിൽ ജോയിൻ ചെയ്യാം. ആദ്യം തന്നെ ഗ്രൗണ്ട് ട്രെയിനിങ് ആണ് ലഭിക്കുന്നത്. വിമാനത്തിന്റെ ഘടനയെക്കുറിച്ചും സാങ്കേതിക വിദ്യയെക്കുറിച്ചും നാവിഗേഷൻ, മെറ്റിയോറോളജി, എയർ ട്രാഫിക് കൺട്രോൾ, ഏവിയേഷൻ നിയമങ്ങളും ഉൾപ്പെടെ ഉള്ള തിയറിയാണ് പ്രാഥമികമായി പഠിക്കുന്നത്. ഇതിനൊപ്പം വിമാനത്തിന്റെ കോക്പിറ്റിന്റെ സിമുലേറ്ററിലുള്ള പരിശീലനവും നൽകും. DGCA ഗ്രൗണ്ട് എക്സാമുകളെല്ലാം പാസ്സായാൽ പിന്നെ ഫ്ലൈറ്റ് ട്രെയിനിങ് ആണ്. പ്രൈവറ്റ് പൈലറ്റ് ലൈസൻസ് കിട്ടാൻ 40 മുതൽ 50 മണിക്കൂർ വരെയുള്ള പറക്കൽ സമയമാണ് വേണ്ടിയത്. പൈലറ്റ് ആകാൻ പഠിക്കുമ്പോൾ ഏറ്റവും ചിലവേറിയ ഭാഗം ഇതാണ്. കൊമേഴ്സ്യൽ പൈലറ്റ് ലൈസൻസിന് ക്ലാസ് 1 മെഡിക്കൽ സർട്ടിഫിക്കറ്റ് നേടണം. 200 മണിക്കൂർ പറക്കൽ സമയം നേടിയാൽ മാത്രമേ കൊമേഴ്സ്യൽ പൈലറ്റ് ലൈസൻസ് കിട്ടുകയുള്ളൂ. അതിനുശേഷം വിമാന കമ്പനികളുടെ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്ത് പ്രവേശനം കിട്ടിയാൽ ഏത് തരം വിമാനമാണോ പറത്തുന്നത് അതിനുള്ള പ്രത്യേക പരിശീലനം നേടണം. ലോകത്തെ 2 വിമാന നിർമ്മാതാക്കൾ ബോയിങ്ങും എയർബസുമാണ്. ഇവർ തന്നെ വ്യത്യസ്ത മോഡലുകളിലും വലുപ്പത്തിലുമുള്ള വിമാനങ്ങൾ നിർമ്മിക്കുന്നുണ്ട്. ഓരോ മോഡലിലുമുള്ള വിമാനം ഓടിക്കുന്നതിന് പ്രത്യേക ലൈസൻസ് നേടേണ്ടതായുണ്ട്. അതുകൂടാതെ 6 മാസം കൂടുമ്പോഴെല്ലാം എല്ലാ പൈലറ്റുമാരും അവർ ഓടിക്കുന്ന വിമാനത്തിന്റെ അതേ സിമുലേറ്ററിൽ പ്രത്യേക പരിശീലനം നേടണം. അപ്പോൾ തന്നെ സൈനിക വിമാനങ്ങൾക്ക് സൈന്യത്തിൻ്റെതായ പരിശീലനവും ഉണ്ട്. ഇന്ത്യയിൽ ഒരു പൈലറ്റിന് 1.5 ലക്ഷം മുതലാണ് ശമ്പളം. ക്യാപ്റ്റൻ ആയാൽ 5 ലക്ഷം മുതൽ 10 ലക്ഷം വരെയാണ് ശമ്പളം. അന്താരാഷ്ട്ര സർവീസുകൾ നടത്തുന്ന ഡ്രീം ലൈനർ പോലെയുള്ള വലിയ വിമാനങ്ങൾ പറത്തുന്ന സീനിയർ പൈലറ്റുമാർക്ക് 20 ലക്ഷം വരെ മാസശമ്പളമുണ്ട്. ഹെലികോപ്റ്റർ പൈലറ്റ്മാർക്ക് 50,000 മുതലാണ് ശമ്പളം. നല്ല പരിശീലനമുള്ളവർക്ക് 1.5 ലക്ഷം മുതൽ 3 ലക്ഷം വരെ ശമ്പളമുണ്ട്. ഇന്ത്യൻ വ്യോമസേനയിലെ ഫ്ലൈയിങ് ഓഫീസേഴ്സിന് 30,000 മുതൽ 60,000 വരെയാണ് ശമ്പളം. വിംഗ് കമാൻഡേഴ്സിന് 80,000 മുതൽ 1.5 ലക്ഷം രൂപ വരെ ശമ്പളമുണ്ട്. ഇപ്പോൾ പറഞ്ഞത് വ്യത്യസ്ത മേഖലയിലുള്ള പൈലറ്റുമാരുടെ ആവറേജ് മാസശമ്പളമാണ്. ജോലി ചെയ്യുന്ന ലൊക്കേഷൻ, എംപ്ലോയർ, എക്കണോമിക് കണ്ടീഷൻ എന്നിവയ്ക്കനുസരിച്ച് ഇതിന് വ്യത്യാസമുണ്ടാകും. ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും പൈലറ്റ് ആകാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങൾ ചേരുന്ന ഏവിയേഷൻ അക്കാദമി DGCA അപ്രൂവ്ഡ് ആണെന്ന് ഉറപ്പുവരുത്തുക. ഇന്ത്യയിൽ ഒരു പൈലറ്റ് ആകുവാൻ അതിന്റെ ലൈസൻസ് എടുത്തു വരുമ്പോൾ ഏകദേശം 75 ലക്ഷം രൂപയോളം ചെലവ് വരും. ഇന്ത്യ ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ നിയമപ്രകാരം പൈലറ്റിന്റെ വിരമിക്കൽ പ്രായം 65 ആണ്. നേരത്തെ ഇത് 58 വയസ്സായിരുന്നു. എന്നാൽ ഇത് 65ലേക്ക് ഉയർത്തി. നിലവിൽ 65 വരെയാണ് എയർ ഇന്ത്യ ഉൾപ്പെടെയുള്ള എല്ലാ വിമാനങ്ങളും വിരമിക്കൽ പ്രായം നിശ്ചയപ്പെടുത്തിയിരിക്കുന്നത്. ഇന്ത്യയുടെ വ്യോമസേനയിലെ യുദ്ധവിമാന പൈലറ്റുമാർക്ക് വിരമിക്കൽ പ്രായം അവരുടെ റാങ്കിനെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. ഉയർന്ന റാങ്കുള്ള പൈലറ്റുമാർക്ക് സൈനിക വിമാനം 60 വയസ്സ് വരെ പറത്തുവാൻ അനുവാദമുണ്ട്. നാളുകളായി പൈലറ്റുമാരുടെ വിരമിക്കൽ പ്രായം 67ലേക്ക് ഉയർത്തണമെന്ന ആവശ്യമുണ്ട്. ചൂടേറിയ ചർച്ചയാണ് ഈ വിഷയത്തിൽ നടക്കുന്നത്.